ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓട്ടുകലെടുപ്പിനെ കുറിച്ചാണ്. ഓട്ടുകലെടുപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ യൂട്യൂബ് അതുപോലുള്ള മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് റോക്കറ്റ് അടുപ്പാണ്. അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ വരെ എത്താവുന്ന, അതിന് അത്രത്തെത്തൂലെങ്കിലും അതിൻ്റെ അടുത്തെത്താവുന്ന ഒരു അടുപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് വെറും 2 ഓടുകൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. വീഡിയോക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അപ്പോഴാണ് ഞങ്ങൾ അയക്കുന്ന വീഡിയോസ് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ അടുപ്പിന് ആവശ്യമായിട്ടുള്ള 2 ഓട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ വെച്ചിട്ട് കാണുന്നുണ്ടല്ലോ, ഇതുപോലെ ശരിക്ക് വെച്ചിട്ട് അതിൻ്റെ അടയാളത്തിൽ കത്തി കൊണ്ടോ വേറെ എന്തെങ്കിലും മരകഷ്ണം കൊണ്ടോ എന്തെങ്കിലും ലൈനിട്ടിട്ട് അത് മാറ്റി വെക്കാം. എന്നിട്ട് നന്നായിട്ട് ആ അളവിന് തന്നെ കുഴിച്ചെടുക്കാം. ശരിക്കും കുഴിക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് കുഴിക്കാം. കത്തി കൊണ്ടോ ചട്ടകം കൊണ്ടോ അല്ലെങ്കിൽ സംഭവങ്ങളോട് കുഴിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ചിരട്ട കൊണ്ടോ മറ്റു ഉപകരണങ്ങൾ കൊണ്ടോ വന്നിട്ട് എന്ത് ചെയ്യുക, മണ്ണൊക്കെ ഫുള്ളായിട്ടൊന്ന് നീക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുഴി കുഴിക്കാൻ പാടില്ല. കാരണം ചെറിയ കുഴി കുഴിച്ച് കഴിഞ്ഞാൽ ഓട് ഉയരത്തിൽ കാണും. അതായത് ഓടിൻ്റെ പകുതിയോളം മണ്ണിൽ താഴ്ന്നിരിക്കണം. കാരണം മണ്ണിൽ താഴ്ന്നിട്ടില്ലെങ്കിൽ എന്താ പറയുക, താഴെ നമ്മൾ തീ കത്തിക്കുമ്പോൾ തീ മുകളിലോട്ട് എത്താനായിട്ട്, അതായത് നമ്മളെന്തെങ്കിലും ചൂടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാകം ചെയ്യാനോ പാത്രം വെക്കുമ്പോൾ തീ മുകളിലോട്ട് വരാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞാൽ പകുതിയോ അതില്ലെങ്കിൽ അതിൽ കൂടുതലും 1/4 ഭാഗമോ ഓട് എന്ത് ചെയ്യണം, കുയിൽ താന്നിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്, ശ്രദ്ധിക്കാം നിങ്ങൾ. ഇതാ ഞങ്ങൾ കുയിൽ കളിച്ച് കണ്ടിരിക്കണമല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ ഓടൊക്കെ കറക്റ്റായിട്ട് ഇറക്കി വെക്കുക. കാരണം പാത്രം വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും കൂടി ചരിയാൻ പാടില്ല. അപ്പോൾ അലൈൻമെൻറ്റൊക്കെ കറക്റ്റാക്കിയിട്ട് വെച്ചതിന് ശേഷം മാത്രം മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുക. കാണുന്നുണ്ടല്ലോ, നമ്മൾ ഇത്രത്തോളം താഴ്ത്തി വെക്കണം. അപ്പോൾ നമുക്ക് തീ കറക്റ്റായിട്ട് നമ്മൾ വിചാരിക്കുന്ന പൊസിഷനിൽ കിട്ടുള്ളൂ. മണ്ണൊക്കെ ശരിക്കിട്ട് നല്ല രൂപത്തിൽ മൂടുക. ശരിക്കും മണ്ണിൽ മൂടുക അല്ലെങ്കിൽ, കാരണം എന്തെങ്കിലും വെയിറ്റുള്ള പാത്രം എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഓട് അങ്ങോട്ടും കൂടി ശരിയായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. നല്ല കറക്റ്റിൽ ശരിക്ക് മണ്ണിട്ട് നല്ല രൂപത്തിൽ മൂടാം. പെട്ടെന്ന് ചൂടായി കിട്ടും കേട്ടോ. ഓടല്ലേ, ഓടായതുകൊണ്ടിട്ട് പെട്ടെന്ന് ചൂടായി കിട്ടും. അപ്പോൾ നല്ല രൂപത്തിൽ സ്പീഡായിട്ട് എന്ത് ചെയ്യാം, സ്പീഡാക്കണ്ട, നല്ല സ്ലോയിൽ സാവധാനം എടുത്താൽ മതി. കാരണം അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒക്കെ സെറ്റ് ചെയ്ത് നല്ല നിരപ്പാക്കുക. ഇപ്പോൾ നമ്മുടെ ഓട്ടുകളെടുപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കത്തിക്കാം. അതിനാവശ്യമായിട്ടുള്ള ഞങ്ങൾ കുറച്ചുകൂടെ ഓലക്കൂടിയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. മറ്റുള്ള വിറക് വേണമെങ്കിൽ കത്തിക്കാവുന്നതാണ് കേട്ടോ. കാരണം പെട്ടെന്ന് ചൂടായി കിട്ടുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കാരണം പെട്ടെന്ന് ചൂടായി വരും. തീ നന്നായിട്ട് കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രം അടയാം. ഇനി നമുക്ക് നോക്കാനുള്ളത് എത്ര ടൈം കൊണ്ട് വളം തിളയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. വെള്ളം പെട്ടെന്ന് തിളച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്താം.